മദ്രസ ഒരു ഫാക്ടറി പോലെയാണ്. ഫാക്ടറി നിർമ്മാണത്തിലല്ല, നിർമ്മാണാനന്തരം നടക്കുന്ന വർക്കിങ്ങിലും പ്രൊഡക്ഷനിലും മാർക്കറ്റിങ്ങിലും അതിൻ്റെ വിജയം. 10, 30, 40, 50, 60, 70 ലക്ഷം ചിലവഴിച്ച് നല്ലൊരു ഫാക്ടറി പടുത്തുയർത്തി. പക്ഷേ ആ ഫാക്ടറി 2 or 1 മണിക്കൂർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. 22 മണിക്കൂറും 21 മണിക്കൂറും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ ഫാക്ടറി വമ്പിച്ച നഷ്ടമായി. ആ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്ഷൻ എത്രമാത്രം കൂടുന്നു, അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ മാർക്കറ്റിംഗ് എത്രമാത്രം സജീവമാകുന്നു, ആ ഫാക്ടറി വൻ ലാഭകരമായിരിക്കും. പലപ്പോഴും ഖേദകരമെന്ന് പറയട്ടെ, വടക്കേ മലബാറിൽ മറ്റൊക്കെ ചെന്നാൽ മദ്രസക്ക് കോടികളായിരിക്കും ചിലവഴിച്ചിട്ടുണ്ടാകുക. 2 ഏക്കർ 3 ഏക്കർ സ്ഥലം, 3 കോടി 4 കോടി രൂപയുടെ അതിമനോഹരമായ കെട്ടിടങ്ങൾ ഭീമമായ സംഖ്യ ചെലവഴിച്ചു. വർക്ക് ചെയ്യുന്നതാവട്ടെ ഒട്ടുമിക്ക ഇടങ്ങളിൽ 2 മണിക്കൂർ മാത്രം. തൃശ്ശൂർ ജില്ലയിൽ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് വിനീതനത് പ്രസംഗിച്ചപ്പോൾ കമ്മിറ്റിക്കാർ 1.5 പേർ, ഇവിടെ 1 മണിക്കൂറേ ഉള്ളൂ. ചിലയിടങ്ങളിലാവട്ടെ ഇന്ന് ഹോളിഡേ മദ്രസയായി, ഞായറാഴ്ച ശനിയാഴ്ച മാത്രം മദ്രസകളായി അതപ്പതിക്കുകയാണ്. എന്താണ് മദ്രസയുടെ ആവശ്യകത? ഞാൻ 2 ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, 1980, 90, 2000 വർഷങ്ങളിൽ കേരളത്തെ വിറപ്പിച്ച ദുഷ്ടനാണ് റിപ്പർ ചന്ദ്രൻ. മാമൂലിൽ ഓർക്കുന്നുണ്ടാവുമല്ലോ. കണ്ണൂരിലും കാസർഗോഡിലും കർണാടകയിലും കോഴിക്കോട് വരെ എത്ര ആളുകളെയാണ് അദ്ദേഹം കൊന്നത്. രാത്രി പാതിരാ സമയങ്ങളിൽ വികൽത്തി വീടിൻ്റെ അകത്ത് കിടക്കുന്നു, ആമറെടുക്കുന്നു, തലക്കൊറ്റടിയടിക്കുന്നു, തൽക്ഷണം മരിക്കുന്നു, ആഭരണങ്ങൾ കൊണ്ടുപോകുന്നു. പലരും, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർ, ഒറ്റപ്പെട്ട വീടുകളിൽ താമസിക്കാൻ ധൈര്യമില്ലാതെയായി മാറി. നിയമപാലകർ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം റിപ്പർ ചന്ദ്രൻ പിടിക്കപ്പെട്ടു. വിചാരണകൾ കഴിഞ്ഞു. തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. കേരളത്തിൽ ഏറ്റവും അവസാനമായി നടന്ന വധശിക്ഷ, തൂക്കിക്കൊല്ലൽ റിപ്പർ ചന്ദ്രനെയായി. ആരെയും വധശിക്ഷയ്ക്ക് വിധേയനാകുന്ന സമയത്ത് അന്ത്യാഭിലാഷം സാക്ഷാത്കരിക്കുക സ്വാഭാവികമാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങളെ വധശിക്ഷയ്ക്ക് വിധേയരാകുമ്പോൾ അവർ അന്ത്യാഭിലാഷമായി പറയാറുള്ളത് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. അങ്ങനെ ആദ്യം തുടങ്ങി വെച്ചത് അവ്വലു മൻ സല്ലാ റക്അത്തൈനി ഖബല ഷഹാദ ഖുബൈബ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബാക്കളിൽ പ്രമുഖരായിരുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റുന്ന സമയത്ത് എന്താണ് അന്ത്യാഭിലാഷം? 2 റക്അത്ത് നിസ്കരിക്കും. എന്നാൽ റിപ്പർ ചന്ദ്രൻ പറഞ്ഞ അന്ത്യാഭിലാഷം
എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ കാണണമെന്നായിരുന്നു. എല്ലാവരും അത്ഭുതത്തോടെ ഭാര്യയെ കാണണമെന്നല്ല, മക്കളെ കാണണമെന്നല്ല, എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് അമ്മ കൊണ്ടുവന്നു. ആമമിട്ടക്കൈ അവസാനമായി എൻ്റെ ആമ ഒന്ന് അഴിച്ചു തരണം, എൻ്റെ ഉമ്മയെ ചുടുചുംബനങ്ങൾ അർപ്പിക്കണം. ഓ, തൂക്കിലേറ്റുമ്പോൾ ആ ഉമ്മയെ ഒന്ന് ചുടുചുംബനങ്ങൾ അർപ്പിച്ച് കുരുത്തവും പൊരുത്തവും വാങ്ങാനെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. ഉമ്മയങ്ങ് കെട്ടിപ്പിടിച്ചു, കാത് കടിച്ച് കീറുകയായിരുന്നു റിപ്പർ ചന്ദ്രൻ ചെയ്തു. ആ റിപ്പർ ചന്ദ്രൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെയല്ല തൂക്കപ്പെടേണ്ടത്, ഈ തള്ളയാണ് തൂക്കപ്പെടേണ്ടത്. എന്നിതിലേക്ക് പ്രചോദിപ്പിച്ചതും പ്രേരിപ്പിച്ചതും ഈ തള്ളയാണ്. കുട്ടിക്കാലങ്ങളിൽ അയൽവക്കത്തെ വീടുകളിൽ നിന്ന് മാങ്ങയും മറ്റു വസ്തുക്കളും പിന്നീട് കാശും ഒക്കെ കട്ടുകൊണ്ടുവരുമ്പോൾ അത് വാരി വാങ്ങാനും അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതല്ലേ എന്ന് ഈ സ്ഥാനത്ത് എന്നെ എത്തിച്ചത്. ഇതേ സ്ഥാനത്ത് ഞാനൊരു സംഭവം കൂടി ഉണർത്തട്ടെ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു. പലപ്പോഴും മൗലാന മുഹമ്മദ് അലിയെ ഒരു കേവല സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ്. ഔലിയാക്കൾ മഹാനാണ്. മഹാനുള്ള മക്ബറ ബൈത്തുൽ മുഖദ്ദസിൽ ഖുബ്ബത്തുൽ സഖ്റയുടെ നേരെ ഡയറക്ഷനിൽ കെട്ടിപ്പൊന്തിച്ച മക്ബറ. ആ കവാടത്തിൻ്റെ പേര് തന്നെ ബാബു മൗലാന മുഹമ്മദ് അലി. ആ മക്ബറയിൽ ഹാദിഹി മക്ബറത്തു മുജാഹിദിൻ അളീമിൻ ഹിന്ദിയിൻ മൗലാന മുഹമ്മദ് അലി തഖമ്മദഹുല്ലാഹു ബിറഹ്മത്തി എന്ന് എഴുതി വെച്ചതായി കാണാം. അവരുടെ സഹോദരൻ മൗലാന ഷൗക്കത്ത് അലി, അവരുടെ ഉമ്മ ആബിദ ബീഗം. ആബിദ ബീഗം വലിയ വലിയത്താണ്. ആ മൗലാന മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൽ സിയാറത്തിന് പോയപ്പോൾ മരിച്ചതല്ല, മറിച്ച് ഇന്ത്യക്കായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ രക്തസാക്ഷികളായിട്ടുണ്ട്. അവർ നടത്തിയ സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം ഇന്ത്യക്കകത്തുനിന്നുകൊണ്ട്. എന്നാൽ ബ്രിട്ടീഷ് ജാതിയുടെ മുഖത്ത് നോക്കി എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യമില്ല എങ്കിൽ അവിടെ താറടി മണ്ണ് പോലും എനിക്ക് വേണ്ടെന്ന് പറയാൻ ധൈര്യം കാണിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന മുഹമ്മദ് മുൻസാഖ്. അങ്ങനെ ബ്രിട്ടീഷ് രാജ്ഞിയെ കണ്ടു, ബ്രിട്ടനിൽ വെച്ച് മരണപ്പെട്ടു. ബറാത്ത് രാവിനാണ് മരിക്കുന്നത്, ഷാബാൻ 15-നാണ്. അന്ന് ഇന്നത്തെ പോലെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം സജീവമല്ല. മയ്യത്ത് ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നത് റംസാൻ 5-നാണ്. 20 ദിവസങ്ങൾ പിടിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്ര തലവന്മാർ ഇടപെട്ടുകൊണ്ടാണ് ആ മയ്യത്ത് അവിടെ എത്തിയത്. ഈ ചരിത്രം അധിക പേരും അറിയില്ലായിരുന്നു. ഏകദേശം 10-25 വർഷങ്ങൾക്ക് മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കാൻ ഈ വിരീതൻ ചെന്നു. അങ്ങനെ പരിസരങ്ങൾ ഓരോ മക്ബറകളും നോക്കി 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 അങ്ങനെ ഈ ഗേറ്റും ഇതെല്ലാം കണ്ടു. അടുത്ത ദിവസം എല്ലാ ഞായറാഴ്ചയും കാവലത്ത് 7 മണിക്ക് മഅരിൽ നടന്നു വരാറുള്ള സ്കൂൾ ഓഫ് ഖുർആൻ പലപ്പോഴും 800ഉം 1000ഉം ഒക്കെ ആളുകൾ സംബന്ധിക്കാറുണ്ട്. അതിൽ ഒരു തവണ അത് വിശദീകരിച്ചു. പല കോളേജ് സ്കൂൾ അധ്യാപകന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇതൊന്നും ഞങ്ങളിതുവരെ കേൾക്കാത്ത ചരിത്രമാണല്ലോ.
മൗലാന മുഹമ്മദ് എല്ലാവർക്കും അറിയാം. അന്ന് രാത്രി മഗ്‌രിബിന് ശേഷം സുബൈർ മാസ്റ്റർ, മുസ്തഫ മാസ്റ്റർ, സലാം മാസ്റ്റർ, കുറേ ആളുകൾ വരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഇന്നത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ നന്നായി പഠിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞു ബൈത്തുൽ മുഖദ്ദസ് തന്നെയാണ്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മ ആബിദ ബീഗം, വാപ്പ നേരത്തെ മരിച്ചതാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് അയക്കാൻ സാമ്പത്തിക ശേഷിയൊന്നും ആ കുടുംബത്തിനില്ല. പിതൃ സഹോദര സഹോദരിമാർ സഹകരിച്ചില്ല, അമ്മാവന്മാരും കൂടെ നിന്നില്ല. ആ ആബിദ ബീഗമിൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം, ആ കാതിലും കഴുത്തുമുള്ള ആഭരണം തൂക്കി വിറ്റുകൊണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുമ്പോൾ ഉമ്മ പറഞ്ഞ വാക്ക്, മുഹമ്മദ് അലി, ഞാൻ എന്നെ ഓക്സ്ഫോർഡിലേക്ക് അയക്കുന്നത് നീ ഒരു മില്ലിയനിയറോ ബില്ലിയനിയറോ ആയി കോടീശ്വരനായി തിരിച്ചു വരാനല്ല. അതല്ല എൻ്റെ ലക്ഷ്യം. മറിച്ച് നീ എൻ്റെ രാജ്യത്തിന് ഫ്രീഡം ഫൈറ്ററായി, സ്വാതന്ത്ര്യ സമര സേനാനിയായി വരണം. അതാണ് എൻ്റെ ലക്ഷ്യം. രണ്ടാം എനിക്ക് എന്നോട് പറയാനുള്ളത്, ഞാൻ ഓക്സ്ഫോർഡിൽ ബ്രിട്ടനിൽ പോയിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അവിടെ 12 മാസത്തിൽ 10 മാസവും തണുപ്പാണ്. പാതിരാ സമയത്ത് കൊടും തണുപ്പായിരിക്കും, അതിശൈത്യമായിരിക്കും. പക്ഷേ ആ കൊടും തണുപ്പിലും നീ തഹജ്ജുദ് ഒഴിവാക്കരുത്. എല്ലാ ദിവസവും നീ തഹജ്ജുദ് നിസ്കരിക്കണം. മൗലാന മുഹമ്മദ് അലി ആബിദ ബീഗത്തിൻ്റെ മകനാണ്. റിപ്പർ ചന്ദ്രൻ ഒരു അമ്മയുടെ മകനാണ്. നിങ്ങളുടെ മക്കൾ മൗലാന മുഹമ്മദ് അലിയോ അവരെപ്പോലെ ആവണോ? അല്ല, നിങ്ങളുടെ മക്കൾ റിപ്പർ ചന്ദ്രനെ പോലെ ആവണോ എന്ന് തീരുമാനിക്കേണ്ടത്